ഹാർമോണിക് ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഹാർമോണിക് ഫംഗ്ഷൻ ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കിട്ടണം. ഇത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടന്റ്. ഹാർമോണിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലാപ്ലേഷ്യൻ ഫംഗ്ഷൻ. ഓക്കെ, സോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ വിളിച്ച പേരാ ഫൈ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഫൈ ഈസ് കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. അതിനെ എന്ത് വിളിക്കണമെങ്കിൽ, ഹാർമോണിക് ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ ഫൈ ഹാസ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ് ടു സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫൈയെ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മീൻസ് രണ്ടു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ടു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഫൈയെ നമുക്ക് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ് അപ് ടു സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് രണ്ടു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ രണ്ടു വട്ടം നമുക്ക് ഫൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം ആൻഡ് സാറ്റിസ്ഫൈസ് ദി ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ചോദ്യം ഉണ്ട്, എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ? ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ. സാറ്റിസ്ഫൈസ് ദി ലാപ്ലേസ് ഇക്വേഷൻ. ബാക്കി എഴുതിക്കോണം. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ. സോ സാറ്റിസ്ഫൈസ് ദി ലാപ്ലേസ് ഇക്വേഷൻ ഈ സാധനം ഇത്ര എഴുതാം. ഇവിടെ വരെ എഴുതാം നോട്ട്. സോ ഈ ഇക്വേഷൻ സിംപിളി പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഇക്വേഷൻ. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ 0. അപ്പൊ സപ്പോസ് ഇപ്പൊ യു എന്ന് പറയുന്ന ആള് ആരാ? യു എന്ന് പറയുന്ന ആള് ഹാർമോണിക് എന്ന് വിളിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ യു എന്ന് പറയുന്ന ഫംഗ്ഷനെ അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ആളെ ഹാർമോണിക് എന്ന് വിളിക്കണമെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ എന്തായാലും മതി, 0 ആയി മതി. എന്നുവെച്ചാൽ ഒരാളെ ഹാർമോണിക് എന്ന് വിളിക്കണമെങ്കിൽ അയാളുടെ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് തമ്മിൽ കൂട്ടുമ്പോൾ 0 ആയിരിക്കണം. ഇതാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇതിന്റെ കണക്കുകൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ b is equal to തന്നേക്കുന്നത് v is equal to 3x square y minus y cube is ഹാർമോണിക് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് ഹാർമോണിക് എന്ന് പറഞ്ഞായിരുന്നു? ഇവിടെ തന്ന ഫംഗ്ഷൻ ആരും വിളിച്ചു വരും v ആ. സോ v എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ v എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണ് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡോ സ്ക്വയർ v ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ v ബൈ ഡോ വൈ സ്ക്വയർ 0 എന്ന് കിട്ടിയാൽ മതി. ഓക്കെ, കാരണം ഹാർമോണിക് ഡെഫിനിഷൻ, ഒരാളെ ഹാർമോണിക് ആണെങ്കിൽ അവരുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂട്ടുമ്പോൾ 0 വരണം. ഓക്കെ, ഒരാൾ ഹാർമോണിക് ആവണമെങ്കിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് തമ്മിൽ കൂട്ടുമ്പോൾ 0 എന്ന് വരണം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക. അപ്പം വി കയ്യിലുണ്ടല്ലോ, ആദ്യം ഡോ വി ബൈ ഡോ എക്സ് കാണുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 3യും വൈയും കോൺസ്റ്റന്റ്, എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 2x, അപ്പൊ 6xy എന്ന് വരും. 6xy മൈനസ് വൈ ക്യൂവിനെ ചെയ്യുമ്പോൾ 0, കാരണം വൈ കോൺസ്റ്റന്റ് എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് കിട്ടി. അടുത്ത ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ മീൻസ് ഈ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്തതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് തന്നെ ആദ്യം എക്സ് കൊണ്ട് ചെയ്തു, ഒന്നുകൂടെ എക്സ് കൊണ്ട് ചെയ്യുക. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ എന്താ വരും? എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 6ഉം വൈയും കോൺസ്റ്റന്റ്, എക്സിനെ ചെയ്യുമ്പോൾ 1, ദാറ്റ് ഈസ് 6y എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. ഇതുപോലെ ഡോ വി ബൈ ഡോ വൈ കാണുക. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യുമ്പോൾ 3x സ്ക്വയറും കോൺസ്റ്റന്റ്, വൈയെ ചെയ്യുമ്പോൾ 1 മൈനസ് വൈ ക്യൂബിനെ ചെയ്യുമ്പോൾ 3y സ്ക്വയർ. ഇനി ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് നേരത്തെ ഡോ വി ബൈ ഡോ വൈയെ അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്തതിനെ ഒന്നുകൂടെ വൈ കൊണ്ട് ചെയ്യുക. അതാണ് വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ. അപ്പൊ 3x സ്ക്വയർ കോൺസ്റ്റന്റാ, കാരണം വൈ കൊണ്ടാ ചെയ്യുന്നത്. അപ്പൊ ഇയാൾ 0, ഡെറിവേറ്റീവ് 0 മൈനസ് 3 ഇൻറ്റു വൈ സ്ക്വയറിന് ചെയ്യുമ്പോൾ 2y, അപ്പൊ 3 ഇൻറ്റു 2 6y എന്നാവുമല്ലോ. സോ ചുരുക്കം പറഞ്ഞാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് 6y എന്ന് കിട്ടും. തമ്മിൽ കൂട്ടാം. അപ്പൊ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ മീൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സിനുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു എന്തുവാ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ 6y പ്ലസ് എന്തുവാ ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് 6y. സോ 6y പ്ലസ് മൈനസ് 6y ദാറ്റ് ഈസ് 6y മൈനസ് 6y ഈസ് ഈക്വൽ ടു 0. സോ ഉത്തരം 0 എന്ന് കിട്ടി. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൂട്ടിയപ്പോൾ 0 എന്ന് കിട്ടി. therefore തന്ന ക്വസ്റ്റ്യൻ ഈസ് ഹാർമോണിക്. അങ്ങനെ എടുത്ത് എഴുതണം, തന്ന ക്വസ്റ്റ്യൻ ഈസ് ഹാർമോണിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ e raised to x cos y ഈസ് ഹാർമോണിക്. തന്നിരുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണ് ചെക്ക് ചെയ്യുക. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഉള്ളൂ, ഹാർമോണിക് ആണ് ചെക്ക് ചെയ്യുക. ഞാൻ തൽക്കാലം ആ ക്വസ്റ്റിനെ ഞാൻ യു എന്ന് വിളിക്കുക. ക്വസ്റ്റിനകത്ത് അക്ഷരം ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ഡിനോട്ട് ചെയ്യാം. അപ്പൊ യു ഇസ് ഈക്വൽ ടു e raised to x cos y. ക്വസ്റ്റിനെ ഞാൻ യു എന്ന് വിളിച്ചു. സോ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കാണുക വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. സോ ആദ്യം ഞാൻ ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ
കോസ് വൈ കോൺസ്റ്റന്റ്. അപ്പൊ ഇ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. അടുത്ത ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോഴും ഡിഫറൻഷ്യറ്റ് എക്സ് ഉണ്ട്. അപ്പൊ കോസ് വൈ കോൺസ്റ്റന്റ് ഇ റേസ് ടു എക്സിനെ ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ആണ്. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അങ്ങനെ കിട്ടും. പിന്നെ അടുത്ത വൈ ഉണ്ട്, ഡോ യു ബൈ ഡോ വൈ. ഡിഫറൻഷ്യറ്റ് വൈ ഉണ്ട്. വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ. ഇപ്പൊ മൈനസ് സൈൻ വൈ. അടുത്ത ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസിക്കൽ ടു പിന്നെ വൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ മൈനസ് ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ വൈ ചെയ്യുമ്പോൾ കോസ് വൈ. സോ രണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി, തമ്മിൽ കൂട്ടുക. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസിക്കൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്തുവാ ഇ റേസ് ടു എക്സ് കോസ് വൈ നടക്കുന്നു. പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്തുവാ മൈനസ് ഇ റേസ് ടു കോസ് വൈ. സോ പ്ലസും മൈനസും ഇല്ലയോ, എന്തായാലും വെട്ടി 0 ആയിപ്പോത്തല്ലേ ഉള്ളൂ, 0. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഹാർമോണിക് ആണ് ചെക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇതൊരു ഫംഗ്ഷനാണ്, കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഞാൻ തൽക്കാലം അതിനെ യു എന്ന് വിളിക്കുക. യുഒ വിഒ ഫൈയോ ഇഷ്ടമുള്ളതൊക്കെ വിളിക്കാം. യു ഈസിക്കൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഹാർമോണിക് ആണ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചിട്ട് കൂട്ടി വെക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് വൈ, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് എക്സ്. ഓക്കെ, അപ്പൊ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. സോ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലോഗ് എക്സിനെ ചെയ്യുമ്പോൾ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്തോ 1/x. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ഇത് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു പിന്നെ അകത്തുള്ള ചെയ്യണം. അകത്താര എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 2x, വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 0, കാരണം വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പാർഷ്യലിനകത്ത് സെക്കൻഡ് സെം പഠിക്കുന്നത്. അപ്പൊ ഉത്തരം 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നിട്ടും ഡോ യു ബൈ ഡോ എക്സ്. അടുത്ത ഇനി എന്ത് വേണ്ടേ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇപ്പൊ ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ ഇയാളെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടി. ഇതിനെ ഇനി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒന്നുകൂടെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് ഫ്രാക്ഷനാണ്. ഏത് റൂള്? കോഷ്യൻ റൂള്. എന്തോ കോഷ്യൻ റൂള്? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇപ്പൊ 2x ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ 2x മൈനസ് വൈ സ്ക്വയർ 0. കാരണം എക്സ് കൊണ്ട് അതെല്ലാം ചെയ്യുന്നത്. ഇൻറ്റു ഡിനോമിനേറ്റർ, സോറി ഇൻറ്റു ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് ഡോ യു ബൈ ഡോ എക്സ്, ഇത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഓപ്പൺ ചെയ്യാം. 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 2x 4x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ. അല്ല, ആദ്യം 2y സ്ക്വയർ ഇതാണ്. 2y സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ. അപ്പൊ മൈനസ് 2x സ്ക്വയർ എന്ന് വരും ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അങ്ങോട്ട് മാറ്റി എഴുതി വെക്കുക. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇങ്ങനെ കിട്ടും 2y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് കിട്ടി. മായ്ക്കുക. അല്ല, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. ഇനി ഇത് ഇപ്പൊ ചെയ്തെല്ലാം വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ്. ഇനി വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട്, വൈ കൊണ്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ ആദ്യം ഡോ യു ബൈ ഡോ വൈ കാണണം. സെയിം പ്രോസസ്. 1 ബൈ ലോഗിനെ ചെയ്യുമ്പോൾ 1 ബൈ, അപ്പൊ ലോഗ് എക്സിനെ ചെയ്യുമ്പോൾ 1/x. അപ്പൊ ലോഗ് ഇതിനെ ചെയ്യുമ്പോൾ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു അകത്തുള്ള ചെയ്യണം. എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ 0. കാരണം ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം വിത്ത് റെസ്പെക്ട് വൈ കൊണ്ടാണ്. ഇപ്പൊ ചെയ്യുന്നതെല്ലാം വിത്ത് റെസ്പെക്ട് വൈ കൊണ്ടാണ്. അപ്പൊ എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ 0 പ്ലസ് വൈ സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2y. അപ്പം എന്താ വരും 2y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് വൈ ഉള്ള സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ ഇതിനെ ചെയ്യണം. ഏത് റൂള്? കോഷ്യൻ റൂള്. നേരത്തെ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇപ്പൊ 2y ഡെറിവേറ്റീവ് 2, കാരണം y ഡെറിവേറ്റീവ് 1, കാരണം വിത്ത് റെസ്പെക്ട് വൈ ഉണ്ടായിരുന്നത്. അപ്പൊ 2 ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2x, സോറി എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ 0, വൈ സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2y ഇൻറ്റു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഇതല്ലേ കോഷ്യൻ റൂള്. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്പൺ ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഈ 2x വിച്ച് ഈസ് ഈക്വൽ ടു ഈ 2x സ്ക്വയർ ആദ്യം എഴുതാം. 2x സ്ക്വയർ 2y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ, അപ്പൊ അത് മൈനസ് 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങനെ കിട്ടി.
ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ ഹോൾ സ്ക്വയർ കിട്ടി. സോ എനിക്ക് രണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ളതും വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ളതും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കിട്ടി. തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് പറഞ്ഞു? 0 വന്നാൽ ഹാർമോണിക്ക്, 0 വന്നില്ലെങ്കിൽ ഹാർമോണിക് അല്ല. അപ്പൊ തമ്മിൽ കൂട്ടി വെക്കാം. ഓക്കെ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ത് കിട്ടി? 2y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ത് കിട്ടി? 2x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. രണ്ടുപേരെ സെയിം ഡിനോമിനേറ്റർ ഇല്ലയോ? അപ്പൊ സെയിം ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. അപ്പൊ സെയിം ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയറിൽ ന്യൂമറേറ്റർ കൂട്ടുക. ദാറ്റ് ഈസ് 2y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ. അല്ലെ, പ്ലസ് 2y സ്ക്വയർ ഉണ്ട്, മൈനസ് 2y സ്ക്വയർ ഉണ്ട്, പ്ലസ് 2x സ്ക്വയർ ഉണ്ട്, മൈനസ് 2x സ്ക്വയർ ഉണ്ട്. സോ ന്യൂമറേറ്ററിനെ വെട്ടിപ്പോയിട്ട് 0 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നിട്ട് ദാറ്റ് ഈസ് 0. സോ തുക എത്ര കിട്ടി? കാരണം എല്ലാം വെട്ടിപ്പോയി 0 എന്ന് കിട്ടി. ന്യൂമറേറ്റർ എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞാൽ മേളിൽ 0 എന്ന് ചേർത്താം. 0 ബൈ ഒരു സാധനം 0. സോ കൂട്ടി എന്ത് കിട്ടി? 0 കിട്ടി. സോ ഇങ്ങനെയുള്ളൂ. ഇങ്ങനെയാണ് ഹാർമോണിക് ചെക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, അതെല്ലാം നിങ്ങൾ ചെയ്യണം. കാരണം ഹാർമോണിക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, നമ്മൾ ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് എന്ത് വരും. ഓക്കെ, ഇത്രയാണ് ഹോംവർക്ക്. 7 ക്വസ്റ്റ്യൻ. എല്ലാം ഞാൻ എല്ലാത്തിനെയും യു എന്ന് വിളിച്ചതേ ഉള്ളൂ. എല്ലാം യു സമം അത് അങ്ങനെ വേണം, നിർബന്ധമില്ല. ബി സമൂന്നോ യു സമൂന്നോ ഫൈ സമൂന്നോ ഇഷ്ടമുള്ളൊക്കെ അക്ഷരം കൊടുത്ത് വിളിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ, അടുത്ത തേർഡ് ക്വസ്റ്റ് ചെയ്ത്, ഫോർത്ത് ക്വസ്റ്റ് ചെയ്ത്. സോ ഇതെല്ലാം ചെയ്യേണ്ടത് എല്ലാ ഹാർമോണിക്കാണ് ചെക്ക് ചെയ്യാനാണ്. സംഭവം എന്തുവാ? ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് എക്സിലും വിത്ത് റെസ്പെക്ട് വൈയിലും. കൂട്ടുമ്പോൾ 0 വന്നാൽ മതി. എല്ലാ ക്വസ്റ്റും അങ്ങനെ തന്നെ. 7 ക്വസ്റ്റ്യൻ ആണ്. 7 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപോലെ തന്നെ എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ളതും വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ളതും. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടും. നോക്കുക, 0 കിട്ടും. എല്ലാത്തിന്റെ ഉത്തരം 0 കിട്ടും. എല്ലാ ഹാർമോണിക്കുമാണ്. മീൻസ് ഇതിന്റെ എല്ലാത്തിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവ്സ് തമ്മിൽ കൂട്ടുക. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. തമ്മിൽ കൂട്ടുക. ഉത്തരം അപ്പോൾ 0 വരും. ഇത് പാടുള്ളത് അവിടെ കോസ് എച്ച് വൈ വരുന്നുണ്ട്. കോസ് എച്ച് വൈ അത് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാൻ ഓർത്തോണം. ഈ കോസ് എച്ച് വൈ ഡെറിവേറ്റീവ് എന്തോ? കോസ് എച്ച് വൈ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ ആണ്. സൈൻ എച്ച് വൈ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ എവിടെ എഴുതി വെച്ചോണം. കോസ് എച്ച് വൈ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ, സൈൻ എച്ച് വൈ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ. നോട്ട് നമ്പർ എഴുതി വെച്ചോണം. കോസ് എച്ച് വൈ ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് വൈ, കോസ് എച്ച് വൈ അല്ലെ എക്സ് വെച്ച് പറയാം. ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എച്ച് എക്സ് അത് കോസ് എച്ച് എക്സ്. അത് അവിടെ എഴുതി വെച്ചോണം. ഓക്കെ, പിന്നെ ഇച്ചിരി പാട് വരുന്നത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഇച്ചിരി പാട് വരുന്ന ക്വസ്റ്റ്യൻ ഇത് രണ്ടുമാണ്. കാരണം അത് ഫ്രാക്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ചെയ്യാൻ പാടായിരിക്കും. സോ അതുകൊണ്ട് ഈ 3 ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ ഓർത്തോണം. നിങ്ങൾക്ക് പാടായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ അതിനകത്ത് പാട് വരുന്നത് അതായിരിക്കും എക്സാമിന് ചോദിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത് 3 എളുപ്പമാണ്, ഇത് 4 എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേ വിളിച്ചിട്ട് പാട് വരുന്നത്. സോ ഇതും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണം, ഞാൻ ചെയ്തിട്ട് തരാം. ഷോ ദാറ്റ് ദി റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് ഹാർമോണിക്. സോ അത്ര ഞാൻ അടിവരായിട്ട് ടൈമുകളാണ് ഇമ്പോർട്ടന്റ്. റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എന്തോ ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അപ്പൊ ഞാൻ പറയുവാണ് ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണ്. ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് ആരാ? യു. ഇതിന്റെ ഇമാജിനറി പാർട്ട് ആരാ? വി. ഈ യു എന്ന് പറയുന്ന ആൾ ഇയാളും ഹാർമോണിക് ആയിരിക്കും, വി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് ഇയാളും ഹാർമോണിക് ആയിരിക്കും. സോ അതാണ് തീരാൻ പറഞ്ഞേക്കുന്നത്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആയിരിക്കും. എന്ന് പറയുന്നത് ഹാർമോണിക്കിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ തെളിയിക്കേണ്ടത്? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുക്കണം, എന്നിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇനി പ്രൂഫ് നോക്കിക്കോണം. ഇമ്പോർട്ടന്റ്, എളുപ്പമാണ്, നോക്കിക്കോണം. ചോദ്യം എന്തോ മനസ്സിലായി കാണും, തെളിയിക്കേണ്ടത് മനസ്സിലായി കാണും. ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കൺസിഡർ
ഉത്തരമാണ് എഴുതുന്നത്. പ്രൂഫ്. കൺസിഡർ ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ആര്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ യു പ്ലസ് ഐ വി. അത് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ആരെ റിയൽ പാർട്ട്? യു. ആരെ ഇമാജിനറി പാർട്ട്? വി. അതും നിങ്ങൾക്ക് അറിയാമല്ലോ. സോ എഴുതാം വേർ യു ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വി ഈസ് ദി ഇമാജിനറി പാർട്ട്. തെളിയിക്കേണ്ട എന്തുവാ? ഈ യു ഹാർമോണിക് ആവണം, വിയും ഹാർമോണിക് ആവണം. എന്റെ ചോദ്യം, ഈ യു ഹാർമോണിക് ആകണമെങ്കിൽ എന്ത് തെളിയിച്ചാൽ മതി? ഹാർമോണിക്കിന്റെ പ്രോപ്പർട്ടി എന്തുവാ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് തെളിയിച്ചാൽ മതി. ഇത് തെളിയിച്ചാൽ യു എന്തായി? ഹാർമോണിക് ആയി. ഇതുപോലെ എനിക്ക് വി എന്താക്കണം? ഹാർമോണിക് ആക്കണം. അതെന്ത് തെളിയിച്ചാൽ മതി? ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ 0 ആയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ യു അവിടെ വി, ഇങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കൂട്ടുമ്പോൾ 0 ആയാൽ ഹാർമോണിക് ആയി. നമുക്ക് അതാ തെളിയിക്കേണ്ടത്. ഓക്കെ. തെളിയിക്കേണ്ടത് എന്തുവാ? ഹാർമോണിക് ആണെന്നാ. ഹാർമോണിക്കിന്റെ പ്രോപ്പർട്ടി എന്തുവാ? സെക്കൻഡ് ഡെറിവേറ്റീവ് കൂട്ടുമ്പോൾ 0 വരണം. എനിക്ക് യു ഹാർമോണിക് ആണെന്ന് തെളിയിക്കണം. ആരാ യു? റിയൽ പാർട്ട്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആണെന്നില്ലയോ? സോ യു എനിക്ക് ഹാർമോണിക് ആവണം. അപ്പൊ ഈ യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് 0 വരണം കൂട്ടുമ്പോൾ. വി എനിക്ക് ഹാർമോണിക് ആവണം. അപ്പൊ വിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കൂട്ടുമ്പോഴും 0 വരണം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെന്നേ ഉള്ളൂ. എന്താ ഉള്ളൂ? എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് ക്വസ്റ്റ്യനകത്തുണ്ട്. ഇതേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ. സോ ഇപ്പൊ എഴുതി കൺസിഡർ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് യു പ്ലസ് ഐ വി. യു ഇമാജിനറി പാർട്ട്, അല്ല വി യു റിയൽ പാർട്ട്, വി ഇമാജിനറി പാർട്ട്. ഓക്കെ. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എഴുതി യു പ്ലസ് ഐ വി. ഇനി നമ്മളെടുത്ത എന്തോ ഫംഗ്ഷനാ? കൺസിഡർ ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ അനലിറ്റിക് ഫംഗ്ഷൻ പ്രത്യേകത എന്തുവാ? ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലയോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം. സിൻസ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് കോമ ഇറ്റ് സാറ്റിസ്ഫൈസ്, അല്ലെങ്കിൽ യു ആൻഡ് വി സാറ്റിസ്ഫൈസ്, യു ആൻഡ് വി സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ. അങ്ങനെ പഠിപ്പിച്ചേ. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ സാറ്റിസ്ഫൈ ചെയ്യും. അനലിറ്റിക് ആണ് ആര് പറഞ്ഞു? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെടുത്ത ഫംഗ്ഷൻ എന്തോ ഫംഗ്ഷനാ? അനലിറ്റിക് ഫംഗ്ഷനാ. സോ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തോ സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്തോ കോഷി റീമാൻ ഇക്വേഷൻ? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഈ മൈനസ് എവിടെയെങ്കിലും എടുത്തു കൊടുത്താലും മതി. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ രണ്ട് ഇക്വേഷൻ പറഞ്ഞ വരാ കോഷി റീമാൻ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്തുകൊണ്ടാ? നമ്മുടെ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആയതുകൊണ്ട്. ഓക്കെ. സോ ഇത്രയാണ്. സോ അതുകൊണ്ടാണ് ക്വസ്റ്റിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന്. എന്തിനു വേണ്ടിയാ? ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ഇട്ടോണം. ഓക്കെ. നിങ്ങൾ ഇക്വേഷൻ 1 ഉം 2 ഓർത്ത് വെച്ചോണം. ഓക്കെ. അയക്കുക. അപ്പൊ ഇക്വേഷൻ 1 എന്ത് വരുന്നു? ഇക്വേഷൻ 1 ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇക്വേഷൻ 2 എന്തുവാ? ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓർത്തോണം. ഇനി നമുക്ക് തെളിയിക്കാൻ പോവാ. തെളിയിക്കേണ്ടത് എന്തുവാ? നോക്കിക്കോണം. എനിക്ക് ആദ്യം യു ഹാർമോണിക് ആണ് തെളിയിക്കണം. ആര് ഹാർമോണിക് ആണെന്ന? യു ഹാർമോണിക്. യു ഹാർമോണിക് ആണെങ്കിൽ യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂട്ടുമ്പോൾ 0 വരണം. ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഞാൻ എന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് തെളിയിക്കേണ്ടത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ 0 ആണെന്ന. ഇത് 0 ആയാൽ യു ഹാർമോണിക് ആയി. ഇനി യുവിന്റെ സ്ഥാനത്ത് വി എഴുതിയാൽ അപ്പൊ വി ഹാർമോണിക് ആയി. ഓക്കെ. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ 0 ആണെന്ന് എനിക്ക് തെളിയിക്കേണ്ടത്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ അത് ആ സം കണ്ടുപിടിക്കുക. അതാണ് ചെയ്യുന്നത്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട. അപ്പൊ ആ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. എങ്ങനെ നോക്കണം? ഞാൻ ആദ്യം ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്തുവാ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്. ഇതാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതല്ലേ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതാ സെക്കൻഡ് ഡെറിവേറ്റീവ്. സംശയമില്ലല്ലോ. ഇനി ഈ ഡോ യു ബൈ ഡോ എക്സ് എന്തിനു തുല്യം എന്ന് പറയുന്നുണ്ട്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈക്ക് തുല്യമാണെന്ന്.
ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഡോ സ്ക്വയർ എക്സ് ഡോ സ്ക്വയർ വൈ. ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ് എന്തിനു തുല്യവാ? ഫ്രം ഇക്വേഷൻ 1 ഇവിടെ എഴുതാം. ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈക്ക് തുല്യമാണെന്ന് നമ്മുടെ ഇക്വേഷൻ 1 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡോ യു ബൈ ഡോ എക്സിന് പകരം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതി കൂടായോ? സോ കൺഫ്യൂഷൻ വരില്ല എന്തുകൊണ്ട് ഞാൻ അവിടെ എഴുതിയെന്നുള്ളത്. നമ്മുടെ ഇക്വേഷൻ 1 നിങ്ങൾ ഇക്വേഷൻ 1 നോക്കിയാൽ മതി. ഇക്വേഷൻ 1 പറയുന്നു ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈ തുല്യമാണെന്ന്. മീൻസ് നമ്മുടെ കോഷി റിമൈ ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എനിക്ക് എപ്പോഴും തെളിയിക്കേണ്ടത് മനസ്സിലാക്കണം. എനിക്ക് യു ഹാർമോണിക് ആണ് തെളിയിക്കേണ്ടത്. യു ഹാർമോണിക് ആവാൻ യുവിന്റെ 2 ഡെറിവേറ്റീവും കൂട്ടുമ്പോൾ 0 വരണം. അതിന് ഞാൻ 2 ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക. ഞാൻ ആദ്യം ചെയ്യുന്നത് യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക യുവിന്റെ. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്നുവെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഡെറിവേറ്റീവ്. ഇനി ഈ ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈക്ക് തുല്യമാണെന്ന് ഇക്വേഷൻ 1 പറയുന്നു, നമ്മുടെ കോഷി റിമൈ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സിന് പകരം ഡോ വി ബൈ ഡോ വൈ എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കി, ഡോ വി ബൈ ഡോ വൈയുടെ ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ വൈ എന്ന് വെച്ചാൽ വി എ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്തിട്ട് അതിനെ പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുന്നു. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഡെറിവേറ്റീവ് അതിന് ഇങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ബോക്സ് ഇട്ട് വെച്ചേക്കുക. അവിടെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചോ. എന്നുവെച്ചാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ വരെയാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ ഇക്വേഷൻ 3 ബോക്സ് ഇട്ട് വെച്ചോണം, ഓർത്തോണം. ഓക്കെ, ഇനി അപ്പൊ എനിക്ക് കിട്ടിയ ആറ് വലയാ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് സെയിം പ്രൊസീജിയർ തന്നെ. ഞാൻ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കാണുക. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. ഓക്കെ, നോക്കിക്കോണം ചെയ്യുന്നത്. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തുവാ? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ്. ഇനി നിങ്ങളുടെ ഇക്വേഷൻ 2 നോക്കിയേ. ഫ്രം ഇക്വേഷൻ 2 ഈ ഡോ യു ബൈ ഡോ വൈ ആർക്ക് ഈക്വല? ഡോ യു ബൈ ഡോ വൈ ആർക്ക് ഈക്വല? മൈനസ് ഡോ വി ബൈ ഡോ എക്സിന്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ ആർക്ക് ഈക്വല? നിങ്ങളുടെ ഇക്വേഷൻ 2 പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സിന്. കാരണം കോഷി റിമൈ ഇക്വേഷൻ. സോ ആ കോഷി റിമൈ ഇക്വേഷൻ ഉണ്ടായത് എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് അനലിറ്റിക് ആയതുകൊണ്ടാ. ഓക്കെ, സോ മൈനസ് വെളിയിൽ കളയാം. മൈനസ് ഇപ്പൊ ഇത് ചേർത്ത് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ ഡോ എക്സ്. ഇപ്പൊ തിരിച്ചെഴുതാൻ മതി, ഡോ എക്സ് ഡോ വൈ. സോ ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇക്വേഷൻ 4. അപ്പൊ എനിക്ക് വിത്ത് റെസ്പെക്ട് ടു യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു യുവിലുള്ള വൈ സ്ക്വയറിനെ കിട്ടി, വിത്ത് റെസ്പെക്ട് ടു യുവിൽ എക്സ് സ്ക്വയറിനെ കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി യുവിന്റെ. നിങ്ങളുടെ ഇക്വേഷൻ 3 ഉം 4 കൂട്ടുക. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4. സോ ഇക്വേഷൻ 3 എന്തുവാ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് വരെ അല്ലേ? അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ ഇക്വേഷൻ 3. അത് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് കിട്ടിയേ. പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് കിട്ടി ഇക്വേഷൻ 4. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് കിട്ടി മൈനസ് ഡോ വി ബൈ ഡോ സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പൊ മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഈ പ്ലസ് മൈനസ് മൈനസ് ആവും. അപ്പൊ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. രണ്ടും ഒരേ സാധനം കുറയ്ക്കുമ്പോൾ 0. സോ ദാറ്റ് ഈസ് അർത്ഥം എന്തുവാ? ഇതിൽ ഞാൻ വിളിച്ചത് ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. യുവിന്റെ ആണ് ഇത്. യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും. സോ ദെയർഫോർ യു ഈസ് ഹാർമോണിക്. ഇപ്പൊ തെളിയിച്ച എന്തുവാ? യു ഹാർമോണിക് ആണെന്ന്. ഇനി ഇതുപോലെ ആരെ തെളിയിക്കണം? ഈ സെയിം പോലെ വിയും തെളിയിക്കണം. ഞാൻ ഇപ്പൊ യുവിന്റെ തെളിയിച്ച്. ഇപ്പൊ യുവിന്റെ തെളിയിച്ച സെയിം കാര്യം എനിക്ക് ഇനി ബിയുടെ വെച്ച് തെളിയിക്കണം. ബിയുടെ അപ്പം യു എന്തായി? ഹാർമോണിക് ആയി. ഇനി ബി ഹാർമോണിക് ആവാൻ സെയിം പ്രൊസീജിയർ. ബിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കൂട്ടുമ്പോൾ 0 വരണം. അതിന് ബിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. നോക്കിക്കോണം നിങ്ങൾ ചെയ്യുന്നത്. ആദ്യം ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ കാണാം. ബിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില്. ഇതിനെങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് സംശയമില്ലല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഡോ വി ബൈ ഡോ എക്സ് ആർക്ക് ഈക്വൽ എന്ന് പറയുന്നുണ്ട്? ഡോ വി ബൈ ഡോ എക്സ്. നിങ്ങളുടെ ഇക്വേഷൻ 2 നോക്കിയാൽ മതി. ഫ്രം ഇക്വേഷൻ 2 നിങ്ങളുടെ ഇക്വേഷൻ 2 പറയുന്നത് ഇങ്ങനെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. എങ്കിൽ ഈ മൈനസ് ഇപ്പുറത്ത് കൊടുത്താൽ ഡോ വി ബൈ ഡോ എക്സ് ആർക്ക് ഈക്വൽ ആവും? മൈനസ് ഡോ യു ബൈ ഡോ വൈക്ക് ഈക്വൽ ആവുമല്ലോ.
സോ ഈ ഡോ വി ബൈ ഡോ എക്സ് ആർക്ക് ഈക്വല മൈനസ് ഡോ യു ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ചേർത്ത് എഴുതുമ്പോൾ മൈനസ് വെളി കളയാം ചേർത്ത് എഴുതാം ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ വില. ഇക്വേഷൻ നമ്പർ 5 അത് കിട്ടിയല്ലോ. സിമ്പിൾ ആ കാര്യം, എടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം ഇടുന്നത് ഇക്വേഷൻ 1 നിന്ന് 2 ന്ന്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. ഇനി അടുത്ത് എന്ത് വേണ്ടേ? ഇക്വേഷൻ 5 ഓർത്തോണം. ഇനി അടുത്ത് എനിക്ക് വേണ്ടത് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ. അപ്പൊ ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ വി ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഡോ വി ബൈ ഡോ വൈ ആർക്ക് ഈക്വല? നിങ്ങളുടെ ഇക്വേഷൻ 1 നോക്കിയാൽ മതി. ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ 1 പറയുന്നു ഡോ വി ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ എക്സിന് ഈക്വൽ ആണെന്ന്. അപ്പൊ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ചേർത്ത് എഴുതുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പൊ ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ. ഇതുപോലെ മറ്റേതും ചെയ്തേ, മറ്റേടത്ത് അങ്ങോട്ട് ഉപയോഗിച്ചു, എടുത്ത് ഇങ്ങോട്ട് മറ്റേടത്ത് ലെഫ്റ്റ് സൈഡ് ഈക്വൽ റൈറ്റ് സൈഡ് എന്നുള്ള സംഭവം മറ്റേടത്ത് ഉപയോഗിച്ചു. യുവിന്റെ കേസിൽ ഇവിടെ റൈറ്റ് സൈഡ് ഈക്വൽ ലെഫ്റ്റ് സൈഡ് എന്നുള്ളത് എടുത്ത് ഉപയോഗിക്കും. അത്രേ ഉള്ള കാര്യം. ഇക്വേഷൻ 6 നിങ്ങളുടെ ഇക്വേഷൻ 5 6 കൂട്ടുക. കാണുമല്ലോ. ഇക്വേഷൻ 5 പ്ലസ് 6 അല്ലെങ്കിൽ 6 പ്ലസ് 5 അല്ലെങ്കിൽ 5 പ്ലസ് 6 കൂട്ടുമ്പോൾ ഇക്വേഷൻ 5 എന്തുവാ? ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇക്വേഷൻ 6 എന്തുവാ? ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ എന്ത് കിട്ടിയേ? മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ എന്ത് കിട്ടി? ഇക്വേഷൻ 6 അത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഒരേ സാധനത്തിന്റെ പ്ലസും മൈനസും കിടക്കുന്നത് തമ്മിൽ കൂട്ടുമ്പോൾ എന്തുവരും? 0. therefore വിയുടെ അല്ലേ, വി ഈസ് ഹാർമോണിക്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് സിംപ്ലി പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓർത്തോണം, ഇമാജിനറി പാർട്ട് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ടിനെ പറഞ്ഞ പേരാണ് റിയൽ പാർട്ടിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. അതായത് ഇപ്പൊ യു പ്ലസ് ഐ ബി നമ്മൾ എഴുതുന്നത് ആരാ റിയൽ പാർട്ട്? ഇതാ റിയൽ പാർട്ട്. ആരാ ഇമാജിനറി പാർട്ട്? ഇതാ ഇമാജിനറി പാർട്ട്. സോ ഈ വി എ പറഞ്ഞ പേരാ, ഈ വി എ വിളിക്കുന്ന പേരാ ഈ യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. വി എ വിളിക്കുന്ന പേരാണ് യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. തിരിച്ചു വിളിക്കത്തില്ല, വി എ വിളിക്കുന്ന പേര്. സോ അങ്ങനെ വിളിച്ചു നോക്കണം, വി ആണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആരുടെ? യുവിന്റെ. സോ അങ്ങനെ പറഞ്ഞു പഠിച്ചോളാം. ഓക്കെ, തിരിച്ചു പറയത്തില്ല, തിരിച്ചു പറയും. അപ്പൊ തിരിച്ചുകൊണ്ട് അപ്പൊ ചോദിച്ചോളൂ വിയുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആരാ? ഇപ്പം യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ് വി. യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ് വി. അപ്പൊ ആരാ ഹാർമോണിക് കോഞ്ചുഗേറ്റ്? വി. ആരുടെ? യുവിന്റെ. തിരിച്ച് വിയുടെയോ? വിയുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് മൈനസ് യു ആണ്. ആരാ? മൈനസ് യു അല്ല. ജസ്റ്റ് അതൊന്നും ചുമ്മാ ഓർത്ത് വെച്ചോ. അത് സിമ്പിളി ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഇനി ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, നോക്കിക്കോണം. ലെറ്റ് capital U be a harmonic function in a domain D. യു എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഡൊമൈൻ മീൻസ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൽ എല്ലാ കോംപ്ലക്സ് നമ്പർ ചെയ്യുന്ന ഒരു സാധനം, അതാണ് ഡൊമൈൻ. നമ്മൾ പോയിന്റ്സ് കൊടുക്കുന്ന ഒരു സെറ്റ്. യു ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ്. സോ ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. എന്തോ ഹാർമോണിക് ഫംഗ്ഷൻ? മറ്റേ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആ ഹാർമോണിക്കിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ. സോ യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഇൻ എ ഡൊമൈൻ ഡി. ഫുൾ സ്റ്റോപ്പ്. Then there exists another harmonic function V in the domain D. അങ്ങനെയാണെങ്കിൽ യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ തന്നെ അവിടെ തന്നെ മറ്റൊരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും വി such that f of z is equal to u plus iv is analytic. എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഇപ്പൊ ഈ ബോർഡാണ് കോംപ്ലക്സ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറെ പോയിന്റുകളുടെ കൂട്ടം. ഇപ്പൊ ഈ ബോർഡാണ് ഡൊമൈൻ എങ്കിൽ ഈ ഡൊമൈനിൽ അല്ലെങ്കിൽ ഈ ബോർഡിൽ യു എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വി എന്ന് പറയുന്ന മറ്റൊരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് മീനിങ്. യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു ഹാർമോണിക് ഫംഗ്ഷനും ഉണ്ടായിരിക്കും. അതാണ് മീനിങ്. അതിനെ യു എന്ന് ബി എന്ന് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ യു എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വി എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. യു പ്ലസ് ഐ വി
യു പ്ലസ് വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ യു ഉണ്ടല്ലോ, യു എന്ന് പറയുന്ന ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, യു എന്ന് പറയുന്ന ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വി എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരിക്കും. സോ യു പ്ലസ് വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ദിസ് വി, ഈ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഈ വി, ദിസ് വി ഈസ് കോൾഡ്, ഈ വിയെ വിളിക്കുന്ന പേരാ, വി ആരാ? ഇമാജിനറി പാർട്ട്. ദിസ് വി ഈസ് കോൾഡ്, ഈ വിയെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. എന്തോന്നാ? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് ആരുടെ? യു. ദിസ് വി ഈസ് കോൾഡ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു. ഈ വിയെ വിളിക്കുന്ന പേരാ യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. തിരിച്ചു വിളിക്കത്തില്ല. യുവിനെ വിയുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് വിളിക്കത്തില്ല. എപ്പോഴും ഓർത്തോണം, വിയെ വിളിക്കുന്ന പേരാ യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. സോ വി ആണ് യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ഈസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് റിയൽ പാർട്ട്. റിയൽ പാർട്ടിന്റെ കോഞ്ചുഗേറ്റ് ആണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇനി ഒരു നോട്ട് എഴുതിക്കോ. ഇനി ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി, വിക്ക് ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഉണ്ട്, അതാണെന്ന് ചോദിച്ചാൽ അത് മൈനസ് യു ആ. അത് എഴുതി വെച്ചോ. ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി, ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി ഈസ് കോൾഡ് മൈനസ് യു, അല്ലെങ്കിൽ ഈസ് മൈനസ് യു. ഇത്ര എഴുതിയല്ലോ വൃത്തിയായിട്ട്, എഴുതിക്കൊണ്ട് നോട്ട് വൃത്തിയായിട്ട്. ചോദിക്കും എന്തുകൊണ്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്നൊക്കെ. തരുന്ന നോട്ടെല്ലാം പഠിച്ചോണം, കാണാതെ എന്തെല്ലാം കേട്ട് ചോദിക്കാം. സോ സംഭവത്രേ ഉള്ളൂ. ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു, യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആരാ? ഈസ്, അതാണ് വി. യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ് വി. ദാറ്റ് ഈസ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു ഈസ് വി. അതുപോലെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി, വിയുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആരാ? യു അല്ല, മൈനസ് യു. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോളാം. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ഫോർമുലയാണ്, കാണാൻ പഠിച്ചു വെക്കണം, ആവശ്യമുണ്ട്. സോ ഇമ്പോർട്ടന്റ് ഫോർമുല ഫോർ എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് യു ആൻഡ് വി, അല്ല സോറി യു ഓർ വി, യു അല്ലെങ്കിൽ വി കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ഫോർമുല നോക്കിക്കോണം, ഞാൻ പറയാം എന്തുവന്ന്. ഇഫ് യു ഈസ് ഗിവൺ, യു എന്തുവാ? നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, യു എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, വി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇഫ് യു ഈസ് ഗിവൺ, നമ്മൾ ക്വസ്റ്റിനകത്ത് യു തരും, അർത്ഥം ഇമാജിനറി പാർട്ട് തരും, എന്നിട്ട് വി കാണാൻ, അതായത് റിയൽ പാർട്ട് തരും, എന്നിട്ട് വി കാണാൻ, അതായത് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ. അതായത് വി സമം കണ്ടോ, യു തരും, വി കാണാൻ. ഈ വി എ വിളിക്കുന്ന പേരുണ്ടല്ലോ, യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. വി എ വിളിക്കുന്ന പേരെന്തുവാ? ഹാർമോണിക് കോഞ്ചുഗേറ്റ്. പരീക്ഷ അങ്ങനെ ചോദിക്കാം. യു തരും, യു തന്നിട്ട് ആ യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. അതിനർത്ഥം എന്തുവാ? വി കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കാം. ഒന്ന് യു തന്നിട്ട് വി കാണാൻ പറയും, അല്ലെങ്കിൽ റിയൽ പാർട്ട് തന്നിട്ട് ഇമാജിനറി പാർട്ട് കാണാൻ പറയും, അല്ലെങ്കിൽ റിയൽ പാർട്ട് തന്നിട്ട് ആ തന്ന യുവിന്റെ അല്ലെങ്കിൽ റിയൽ പാർട്ടിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാന്ന് പറയും. ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. യു തന്നാൽ വി കാണാനുള്ള ഫോർമുല ചെയ്ത്. സോ ഫോർമുല കാണാൻ വെച്ചോക്കണം. ഫോർമുല ഇതാ, വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. ഈ ഇന്റഗ്രേഷന് താഴെ ഇടുന്നത് വൈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയെ കോൺസ്റ്റന്റ് ആയിട്ടേ കാണാവൂ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രേഷന് താഴെ ഇടുക ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീൻസ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് എക്സ് കാണാൻ പാടില്ല, എക്സ് ഇല്ലാത്ത ആളെ മാത്രം ഉപയോഗിക്കാവൂ. അത് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഈ ഇന്റഗ്രേഷന്റെ താഴെ വൈ കോൺസ്റ്റന്റ് എഴുതുക, ഈ ഇന്റഗ്രേഷന്റെ താഴെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എഴുതുക. ഇതാണ് ഫസ്റ്റ് ഫോർമുല. എന്തിനുള്ള ഫോർമുലയാ? നിങ്ങളുടെ കയ്യിൽ യു ഉണ്ടെങ്കിൽ വി കാണാൻ. ഓക്കെ, തിരിച്ചുകൊണ്ട് വി ഉണ്ടെങ്കിൽ യു കാണാൻ. സോ ഇതാണ് ഫസ്റ്റ് ഫോർമുല, യു ഉണ്ടെങ്കിൽ വി കാണാൻ. ഓക്കെ, അടുത്ത സെക്കൻഡ് ഫോർമുല. ഇഫ് വി ഈസ് ഗിവൺ, ക്വസ്റ്റിനകത്ത് വി തരും, വി മീൻസ് ഇമാജിനറി പാർട്ട് തരും. ആരെ കാണാൻ? റിയൽ പാർട്ട് കാണാൻ, അതായത് യു കാണാൻ. ഓക്കെ, സോ യു അപ്പം നിങ്ങളുടെ കയ്യിൽ വി കാണും, വി തരും, യു കാണണം. ഫോർമുല കാണാൻ ചോദിച്ചോണം. ഇന്റഗ്രൽ ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, വൈ കോൺസ്റ്റന്റ്. ഇതെന്തോന്നൊക്കെ ഉള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറയാം. ഫോർമുലകൾ തമ്മിൽ തെറ്റിപ്പോവില്ല, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അടുത്ത തേർഡ് ഫോർമുല. ഇഫ് യു ഈസ് ഗിവൺ, നിങ്ങളുടെ കയ്യിൽ യു ഉണ്ട്, എന്തോ കാണാൻ? വി കാണാനല്ല, എഫ് ഓഫ് ഇസഡ് കാണാൻ. ഈ എഫ് ഓഫ് ഇസഡ് നമ്മൾ യു പ്ലസ് ഐ വി പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് ഇസഡ് ഒറ്റ അടിക്കാൻ പിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? യു ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് കാണാനുള്ള ഫോർമുല ചെയ്തത്. എന്താ കാണാൻ? എഫ് ഓഫ് ഇസഡ് കാണാൻ.
തെറ്റിപ്പോരുന്നത് ഞാൻ ആദ്യം രണ്ടെണ്ണം യു ഉണ്ടെങ്കിൽ വി കാണാൻ, വി ഉണ്ടെങ്കിൽ യു കാണാൻ. ഇതിപ്പം യു ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് കാണാൻ. ഫോർമുല ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി സെഡ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് പുട്ട് ഇസഡ് ഇതുകൂടെ ഓർത്ത് വെച്ചോണം. പുട്ട് ഇസഡ് ഈക്വൽ ടു പുട്ട് എക്സ് ഈക്വൽ ടു ഇസഡ് വൈ ഈക്വൽ 0. ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ചിട്ട് അവിടെ എക്സിന് ഇസഡും വൈക്ക് 0യും കൊടുത്തതിന് ശേഷം വേണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് അവിടെ ഡി ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അത് കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന്. സോ പഠിച്ചു വെക്കുക ഫോർമുല. ഇതാണ് യു ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് ആണെന്ന് ഫോർമുല. ഓക്കെ, അടുത്ത നാലാമത്തെ ഫോർമുല നിങ്ങൾക്ക് ഊഹിക്കുക എന്തുവാണെന്ന്. ഇഫ് വി ഇസ് ഗിവൺ, വി ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് ആണ്, വി ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് ആണ്. ഫോർമുല ഇതാണ്, പഠിച്ചിട്ടോണം. ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി സെഡ്. സോ വിത്ത് റെസ്പെക്ട് ഇസഡിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇസഡ് എങ്ങനെ വരും? നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പുട്ട് എക്സിന് ഇസഡ് കൊടുക്കുക, എക്സിന് ഇസഡ് കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ വിത്ത് റെസ്പെക്ട് ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യാവൂ. ഈ വിത്ത് റെസ്പെക്ട് ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇതിനകത്ത് കിടക്കുന്നതൊക്കെ ഇസഡിലായിരിക്കണം. സോ ഡോ വി ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും കണ്ടുപിടിച്ചിട്ട് എക്സിന് ഇസഡ് എന്നും വൈക്ക് 0യും കൊടുത്തതിന് ശേഷം വിത്ത് റെസ്പെക്ട് ഇസഡ് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് മീനിങ്. കണക്കി നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊസീജിയർ എങ്ങനെയാണ്. ഓക്കെ, വി ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് ആണെന്ന ഫോർമുല. ഓക്കെ, ഇപ്പം 4 ഫോർമുല തന്നു. 4 ഫോർമുല. ആ 4 ഫോർമുലയില് ആ മൂന്നാമത്തെ ഫോർമുലയും 4ാമത്തെ ഫോർമുലയും വിളിക്കുന്ന പേരാണ് മിലൻ തോംസൺ മെത്തേഡ്. മിലൻ തോംസൺ ഫോർമുല അല്ലെങ്കിൽ മിലൻ തോംസൺ മെത്തേഡ്. ഓക്കെ, സോ ഈ 4 ഫോർമുലയും പഠിച്ചു വെച്ചോണം. തിരിഞ്ഞു പോരുത്. ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, if the real part means u. So if the real part of an analytic function is given by u is equal to x square minus y square. So real part ആണ് തന്നേക്കുന്നത്. u is equal to x square minus y square. ഫസ്റ്റ് വെച്ച് ഷോ ദാറ്റ് u is harmonic. എപ്പോഴും പരിചയം ചിലപ്പം ഇങ്ങനെ ചോദിത്തുള്ളൂ. ഷോ ദാറ്റ് ഫസ്റ്റ് ഇത് ഹാർമോണിക് ആണ് തെളിയിക്കുക. ഹാർമോണിക് ആണ് തെളിയിക്കാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചു. എങ്ങനെ ഹാർമോണിക് തെളിയിക്കുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് കൂട്ടുമ്പോൾ 0 എന്ന് പറഞ്ഞു. ഹാർമോണിക് ആണ് തെളിയിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഹാർമോണിക് ആണ് തെളിയിക്കാൻ നിങ്ങൾക്ക് കുറെ ഹോംവർക്ക് തന്നു ഞാൻ. അപ്പോൾ സോ നിങ്ങൾക്ക് ഹാർമോണിക് ആണ് തെളിയിക്കാൻ അറിയായിരിക്കും. എപ്പോഴും പരിചയം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. യുവോ വിയോ ഒക്കെ എന്തെങ്കിലും തന്നിട്ട് അത് ആദ്യം ഹാർമോണിക് ആണ് തെളിയിക്കാൻ പറയും. ഹാർമോണിക് ആണെന്ന്. എന്നിട്ട് മറ്റടുത്ത് കാണാൻ പറയും. ഇവിടെ യു തന്നിട്ട് യു ഹാർമോണിക് ആണ് തെളിയിക്കാൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. പിന്നെ കൂടെ തരുന്നതായിരിക്കും വി കാണാൻ. അതായത് അവിടെ ഷോ ദാറ്റ് യു ഈസ് ഹാർമോണിക്. യു ഹാർമോണിക് ആണ് തെളിയിക്കുക. നേരത്തെ പഠിപ്പിച്ചതാ. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് മീൻസ് യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആരാ? വി. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വേണം ചോദിക്കാം. റിയൽ പാർട്ട് തന്നിട്ട് ഫൈൻഡ് ദി ഇമാജിനറി പാർട്ട് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ റിയൽ പാർട്ട് തന്നിട്ട് ഫൈൻഡ് ദി ഹാർമോണിക് കോഞ്ചുഗേറ്റ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ യു തന്നിട്ട് ഫൈൻഡ് വി അങ്ങനെ ചോദിക്കാം. സോ ഇങ്ങനെയൊക്കെ വേണം ചോദിക്കാം. എല്ലാത്തിനും മീനിങ് ഒന്നും തന്നെ. റിയൽ പാർട്ട് തരുന്നെങ്കിൽ ഇമാജിനറി പാർട്ട് കാണുക. അതായിരിക്കും ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ അതാ. സോ 2 ക്വസ്റ്റ്യൻ അവിടെ. ഒന്ന് ഹാർമോണിക് ആണ് തെളിയിക്കണം. 2 ഹാർമോണിക് കോഞ്ചുഗേറ്റ് കാണണം. ഹാർമോണിക് കോഞ്ചുഗേറ്റ് പറഞ്ഞാൽ ആരാ? വി കാണണം. സംഭവം ഇത്രേ ഉള്ളൂ. യു തന്നിട്ടുണ്ട്. യു തന്നു. ആ യു ഹാർമോണിക് ആണ് തെളിയിക്കണം. പിന്നെ വിയും കാണണം. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്ത് നോക്കിക്കോണം. ഞാൻ വായിക്കുക. അപ്പൊ ഇങ്ങനെ സാറിന് എല്ലാ ക്വസ്റ്റ്യൻ പഠിച്ചോളാം. ഹോംവർക്ക് ഇടുന്നതും എല്ലാം പ്രത്യേകിച്ച് ചെയ്ത് പഠിച്ചോളാം. ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ക്വസ്റ്റിനകത്ത് യു ഉണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാർമോണിക് ആണ് തെളിയിക്കുക. എന്താണെന്ന് ഹാർമോണിക് ആണെന്ന്. എങ്ങനെ ഹാർമോണിക് തെളിയിക്കുന്നത്? 2 സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. കൂട്ടുമ്പോൾ 0 പറഞ്ഞു. സോ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ആദ്യം ഡോ യു ബൈ ഡോ എക്സ് എന്താ വരും? 2x. വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 0. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ വരും? 2x ഡെറിവേറ്റീവ് 2. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരെണ്ണം കിട്ടി. അടുത്ത ഡോ യു ബൈ ഡോ വൈ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 0 മൈനസ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 2y. പിന്നെ മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് 2y. അടുത്ത ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു വൈ ചെയ്യുമ്പോൾ 1 മൈനസ് 2. സോ ഡോ സ്ക്വയർ യു ബൈ യു ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കിട്ടി. തമ്മിൽ കൂട്ടാം. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ 2 അല്ലേ? 2 പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സ്ക്വയർ മൈനസ് 2. 2 പ്ലസ് മൈനസ് 2 ദാറ്റ് ഈസ് 2 മൈനസ് 2 എത്ര? 0. സോ 0 കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് കൂട്ടിയപ്പോൾ 0 കിട്ടി. therefore u is harmonic. പരീക്ഷയ്ക്കെപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഹാർമോണിക്ക് തന്ന ഹോംവർക്ക് ഉണ്ടല്ലോ, ഹാർമോണിക്കിൽ തന്ന ഹോംവർക്ക് എല്ലാം ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ഒരിക്കലും എസ്സേക്കകത്ത് ചോദിച്ച ക്വസ്റ്റ്യനോ ഈ ഹാർമോണിക്ക് തെളിയിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്തുവാ? ഹാർമോണിക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് മീൻസ് വി.
വി കണ്ടുപിടിക്കാൻ. ഓക്കെ, വി കണ്ടുപിടിക്കാൻ വായിക്കുക. വി കാണുന്ന എങ്ങനെ? ഇപ്പൊ കയ്യിൽ യു ഉണ്ട്, ഹാർമോണിക് കോഞ്ചുഗേറ്റ് മീൻസ് വി കാണാൻ. വി കാണുന്ന ഫോർമുല എന്തുവാ? ഇന്റഗ്രൽ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് അല്ലെ, പ്ലസ് ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, വൈ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. ഇവിടുത്തെ കണ്ടീഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിരിക്കണം. സോ നമ്മുടെ എല്ലാം ഉണ്ട്. ഇത് ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞാൽ മതി? ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ അറിഞ്ഞാൽ മതി. എന്ത് വരുന്നത്? ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2x, ഡോ യു ബൈ ഡോ വൈയോ മൈനസ് 2y. നമ്മൾ അത് ആർലി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇട്ടുകൊടുത്താൽ മാത്രം മതി. വി ഇസിക്കൽ ശ്രദ്ധിച്ചോണം, ഇന്റഗ്രൽ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഡോ യു ബൈ ഡോ വൈ എന്ത് കൂട്ടി? മൈനസ് 2y. ഇപ്പൊ മൈനസ് 2y ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ്. എന്ത് ഡോ യു ബൈ ഡോ എക്സ്? 2x. സോ നമ്മളിവിടെ 2x ചെയ്തതും dy. പക്ഷെ തെറ്റി, കാരണം ഇവിടെ ടേം ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീൻസ് എക്സ് വരുന്ന ടേം എഴുതാൻ പാടില്ല. അതായത് നിങ്ങൾ ഡോ യു ബൈ ഡോ എക്സിനകത്ത് ഈ ഇന്റഗ്രേഷനകത്ത് അതുകൊണ്ട് ആ ഇക്വേഷനകത്ത് ഇതിൽ എഴുതി വെക്കണം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. സോ ഡോ യു ബൈ ഡോ എക്സ് എന്ത് കിട്ടി? 2x. അതിൽ എക്സ് വരുന്ന ടൈം എഴുതാൻ പാടില്ല. സോ ഡോ യു ബൈ ഡോ എക്സിനകത്ത് എക്സ് വരുന്ന ടൈം അല്ലേ ഉള്ളൂ, അപ്പൊ നിങ്ങളവിടെ ഒന്നും എഴുതണ്ട, 0 dy. അതിന്റെ കിട്ടിയോ? ഇപ്പൊ സപ്പോസ് ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറയാം. അപ്പം ഡോ യു ബൈ ഡോ എക്സ് 2y പ്ലസ് 3x എന്ന് കിട്ടുന്ന വിചാരിച്ചോ. ഡോ യു ബൈ ഡോ എക്സ് 2y പ്ലസ് 3x എന്ന് കിട്ടുന്ന വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഈ ഇന്റഗ്രേഷനകത്ത് ഇവിടെ നിങ്ങൾ എന്തേ എഴുതാവൂ? എക്സ് വരുന്ന ടൈം എഴുതാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീൻസ് എക്സ് വരുന്ന ടൈം എഴുതാൻ പാടില്ല. ഇതിൽ എക്സ് വരുന്ന ടൈം ഏതാ? 3x. ഈ പ്ലസ് മൈനസിന് അപ്പുറം ടൈം. അപ്പൊ 3xനകത്ത് എക്സ് വരുന്നത്, 2yക്കകത്ത് എക്സ് ഇല്ല. അപ്പൊ നിങ്ങളുടെ 2y dy മാത്രമേ എഴുതാവൂ. എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഇന്റഗ്രലിനകത്ത് ഞാൻ ആ ഫോർമുല വന്നപ്പം ഒരു ഇന്റഗ്രേഷന്റെ താഴെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് തന്നായിരുന്നു. സോ അങ്ങനെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കിടക്കുന്ന ഇന്റഗ്രലിനകത്ത് എക്സ് ഉൾപ്പെടുന്ന ടൈം എഴുതാൻ പാടില്ല, വൈ വരുന്ന ടൈം മാത്രമേ എഴുതാവൂ. ഇനി ഇവിടെ നോക്കിയേ, ഡോ യു ബൈ ഡോ എക്സ് 2x കിട്ടിയ 2x. അതിനകത്ത് എക്സ് വരുന്ന ടൈം മാത്രമേ ഉള്ളൂ, വൈ വരുന്ന ടൈം ഇല്ല. അപ്പം എക്സ് വരുന്ന ടൈം മാത്രമേ ഉള്ളെങ്കിൽ 0 എഴുതാവൂ. ഇനി സപ്പോസ് ഇപ്പൊ ഡോ യു ബൈ ഡോ എക്സ് 2 പ്ലസ് 3x ഇങ്ങനെ വിചാരിച്ചോ. അപ്പോഴും നിങ്ങൾ ഇതിനകത്ത് എക്സ് വരാത്ത ടൈം ഏതാ? 2 അല്ലയോ ഉള്ളേ, മറ്റേത് എക്സ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ 2 dy എന്ന് എഴുതാവും. മീൻസ് സെക്കൻഡ് ഇന്റഗ്രലിനകത്ത് എക്സ് ഉൾപ്പെടുന്ന ടൈം എഴുതാൻ പാടില്ല, എക്സ് ഇല്ലാത്ത ടൈം. അത് കോൺസ്റ്റന്റ് ആയാലും വൈ ആയാലും എന്തും ആയാലും എക്സ് ഇല്ലാത്ത ടൈം എഴുതാവും. സോ ഇവിടെ നമ്മുടെ ഡോ യു ബൈ ഡോ എക്സിനകത്ത് 2x അവിടെ എക്സ് ഉള്ള ടൈമേ ഉള്ളൂ, എക്സ് ഇല്ലാത്ത ടൈം ഇല്ല. സോ 0 dy. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. വി ഇസ് ഈക്വൽ ടു ഇത് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഇന്റഗ്രൽ പ്ലസ് 2y dx പ്ലസ് ഇന്റഗ്രൽ 0 dy. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2y dx വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ടോ ഐക്വേഷനകത്ത്? y കോൺസ്റ്റന്റ്, y യെ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. അപ്പം 2y കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിൽ കളയും. അപ്പൊ 2y ഇൻറ്റു ഇന്റഗ്രൽ dx പ്ലസ് ഇന്റഗ്രൽ 0 എന്തുവാ? 0 ഇന്റഗ്രൽ 0 അല്ല, 0 ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റ് c 0 ഇന്റഗ്രൽ ഒരിക്കലും 0 അല്ല, കോൺസ്റ്റന്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു 2y ഇൻറ്റു ഇന്റഗ്രൽ dx x. അപ്പൊ 2xy പ്ലസ് c. അപ്പൊ ഇങ്ങനെ കിട്ടും v. അപ്പൊ v കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് ഓഫീസർ എഴുതാം. എഫ് ഓഫീസർ ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നില്ലയോ? യു ക്വസ്റ്റ്യത്തുണ്ട് x² മൈനസ് y² പ്ലസ് v. ഇപ്പൊ കിട്ടി 2xy പ്ലസ് c. അപ്പൊ i ഇൻറ്റു 2xy പ്ലസ് c യു പ്ലസ് ഐ വി. ഇങ്ങനെ എഫ് ഓഫീസർ. ഇത് ശരിക്കും പറഞ്ഞാൽ എഫ് ഓഫീസർ Z² ആ. നിങ്ങൾ നോക്കിയാൽ മതി, Z² യു ബി ആയി കിടക്കുന്നത് തുടക്കം നോക്കിയാൽ മതി. അത് പോട്ടെ, തീർട്ടി മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഫ് ഓഫീസർ എടുത്താം. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്ന് പറയുമോ? ഈ കിട്ടിയ എഫ് ഓഫീസർ എന്ന് പറയുന്നത് എക്സിൽ മൈലുവ, അവിടെ x² മൈനസ് y² പ്ലസ് i ഇൻറ്റു 2x എക്സിൽ മൈലുവ. ഈ സെയിം എഫ് ഓഫീസർ നമുക്ക് ഇസഡ് തന്നെ കിട്ടും. ഇസഡ് തന്നെ ഏത് ഫോർമുല ഉപയോഗിച്ചാൽ? മറ്റേ എഫ് ഓഫീസർ ആണെന്ന ഫോർമുല ഉപയോഗിച്ചാൽ. പിന്നെ ഇതിപ്പോ ഇത്രേ ഉള്ളൂ, യും ബി കണ്ടാൽ മതി. ഈ ക്വസ്റ്റിനകത്ത് മറ്റേതൊന്നും ചെയ്ത് കാണിക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ യു ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യു തന്നിട്ട് ഹാർമോണിക് ആണെന്ന് തെളിയിച്ചു. പിന്നെ ബി കാണണമായിരുന്നു, തെളിയിച്ചു. ബിയും കണ്ടുപിടിച്ചു. അവസാനം എഫ് ഓഫ് സർക്കിൾ യു പ്ലസ് എന്ന് എഴുതി. സോ ഇത്രേ ഉള്ളൂ, ഇത് തീർന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ യു തന്നിട്ട് ഈ എഫ് ഓഫീസർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. എഫ് ഓഫീസർ ഇപ്പൊ നമ്മളിവിടെ ചെയ്ത് എന്തുവാ? യു ഉണ്ടായിരുന്നു, ബി കണ്ടുപിടിച്ചു എങ്കിൽ എഫ് ഓഫീസർ ഈക്വൽ ടു യു പ്ലസ് ഐ വി. അങ്ങനെ എഴുതിയാൽ മതി, ഉത്തരം തീർന്നു. അത്രേ ഉള്ളൂ.
ഇനി പക്ഷെ അന്നേരം നമ്മൾ എഫ് ഓഫ് ഇസഡ് എഴുതുമ്പോൾ ആ ഉത്തരം എക്സിന് മേലെ കിട്ടുന്നത്. ഡയറക്റ്റ് നമുക്ക് എഫ് ഓഫ് ഇസഡ് വേണമെങ്കിൽ ഇസഡിൽ കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? എഫ് ഓഫ് ഇസഡ് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ. അപ്പൊ യു ഉണ്ടെങ്കിൽ ഈ യു ഉണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡ് ആണ് ഒരു ഫോർമുല ഉണ്ടല്ലോ. യു ഉണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡ് കാണാൻ ഫോർമുല 3 4 വേണ്ട. സോ ആ ഫോർമുല ഉപയോഗിക്കാം. ഫോർമുല എങ്ങനെയല്ലയോ? ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി ഇസഡ്. ഇതല്ലേ ഫോർമുല? എങ്ങനെ ചെയ്യാൻ നോക്കണം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക. നോക്കണം. ഡോ യു ബൈ ഡോ എക്സ് എന്തുവാ? 2x. ഡോ യു ബൈ ഡോ വൈ എന്തുവാ? മൈനസ് 2y. അപ്പൊ നിങ്ങൾ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച ഉടനെ തന്നെ എക്സിന് ഇസഡും വൈക്ക് 0 കൊടുക്കുക. പുട്ട് ഇസഡ് ഈസിക്കൽ ടു എക്സ് ഈസിക്കൽ ടു ഇസഡ് ആൻഡ് വൈ ഈസിക്കൽ ടു 0. ഞാൻ ആ ഇക്വേഷൻ തന്നായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഈ ഡോ യു ബൈ ഡോ എക്സ് എന്തോ വരും? എങ്ങോട്ട് എഴുതുവാനത്? അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈസിക്കൽ എന്തോ വരും? 2z എന്ന് വരും. എക്സിന് ഇസഡും വൈക്ക് 0 കൊടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ വൈയോ 0 എന്ന് വരും. ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് എന്തോ വരും? 2z മൈനസ് ഐ ഇൻറ്റു ഇത് 0 ആയി പോകും. dz. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2z dz. അങ്ങനെ 0 ആയി പോകത്തില്ലേ? ദാറ്റ് ഈസ് 2 വെളിയിൽ കളയും. 2 ഇൻറ്റു ഇന്റഗ്രൽ z dz. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇന്റഗ്രൽ z സ്ക്വയർ ബൈ 2. ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് പ്ലസ് സി. ഇപ്പൊ 2 ഇൻറ്റു വെട്ടി പോകും. ദാറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് സി. ഇതാണ് എഫ് ഓഫ് z. അപ്പൊ എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് സി. അപ്പൊ വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല ചോദിച്ചപ്പോ എനിക്ക് എഫ് ഓഫ് ഇസഡ് ഇസഡ് സ്ക്വയർ പ്ലസ് സി കിട്ടി. നേരത്തെ നമ്മൾ യുവും ബിയും വെച്ച് ചെയ്തപ്പം എഫ് ഓഫ് ഇസഡ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy പ്ലസ് സി. അത് എക്സിന് മേലും കിട്ടി. ഈ രണ്ട് ഉത്തരം സെയിം തന്നെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്താൽ മതി. എന്നിട്ട് യുവും ബിയും സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ കിട്ടി യുവും ബിയും ആയിരിക്കും ഇതിനെ കിട്ടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് രണ്ടും എഴുതാനും കുഴപ്പമില്ല. രണ്ടും ഒന്ന് എഴുതാനും മതി. ഓക്കെ. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു കാര്യമുണ്ട്. അവര് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. യു തന്നിട്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കാണാനോ അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് കാണാനോ ചോദിച്ചാൽ നിങ്ങൾ വി തന്നെ കണ്ടുപിടിക്കണം. പകരം യു തന്നിട്ട് എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് കിട്ടും. അല്ലാതെ ഇനി യു തന്നിട്ട് എഫ് ഓഫ് ഇസഡ് കാണാൻ പറഞ്ഞാൽ യു തന്നിട്ട് എഫ് ഓഫ് ഇസഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബി കണ്ടുപിടിച്ചിട്ട് യു പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ് കൂട്ടിയിടാം. അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ യു തന്നിട്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കാണാനോ ബി കാണാനോ ഇമാജിനറി പാർട്ട് കാണാനോ പറഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ബി തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ ഇതൊരു വഴിയാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തില്ല. യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ. യു എന്ന് പറഞ്ഞാൽ എന്തുവാ? റിയൽ പാർട്ട്. പരീക്ഷ ഇങ്ങനെ തരുന്നത്. പരീക്ഷ ഇങ്ങനെ പറയത്തുള്ളൂ. റിയൽ പാർട്ട് ഈസ് ഇ റൈസ് ടു എക്സ് കോസ് വൈ. ഫൈൻഡ് ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഓർത്തോണം ബി കാണാനാണെന്ന്. ഓക്കെ. സോ അതുകൊണ്ട് പ്രത്യേകം പറയുക. യു തന്നു ബി. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുള്ളൂ. യു തന്നു ബി കാണുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇമാജിനറി റിയൽ പാർട്ട് തന്നിട്ട് ഇമാജിനറി പാർട്ട് കാണാനോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ യു തന്നിട്ട് ആ യു ഹാർമോണിക് ആണെന്ന് തെളിയിക്കാൻ ചോദിക്കും. ഇത് ഹാർമോണിക് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതാണ്. അപ്പൊ ഇത് ഹാർമോണിക് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാവരും മിക്സഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. യു തന്നിട്ട് ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക, പിന്നെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കാണുക, അല്ലെങ്കിൽ ബി കാണുക. യു തന്നിട്ട് അത് ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക, എന്നിട്ട് ബി കാണുക, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് കാണുക. ഇങ്ങനെയൊക്കെയായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ഇപ്പൊ തൽക്കാലം പിന്നെ ചെയ്യുന്നുള്ളൂ. യു തന്നു ബി കാണുക. ബി കാണുന്ന ഫോർമുല ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ബി കാണുന്ന ഫോർമുല ഇന്റഗ്രൽ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. ശരിയല്ലേ? കണ്ടീഷൻ ഇവിടെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. എക്സ് ഇല്ലാത്ത ടൈമാണ് എഴുതാൻ. ഇവിടെ വൈ കോൺസ്റ്റന്റ്. അപ്പൊ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ എല്ലാം എഴുതുക, കണ്ടുപിടിക്കുക. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് എന്തുവായാലും ഹാർമോണിക് കൂടെ തെളിയിക്കാൻ ചോദിക്കുവാണെങ്കിൽ എന്തുവായാലും നിങ്ങൾ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചേ പറ്റൂ. പരീക്ഷ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോസ് വൈ പറഞ്ഞേണ്ട കാര്യമില്ല. ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് സൈൻ വൈ. കാരണം കോസ് വൈ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. സോ ഇട്ട് കൊടുക്കാമല്ലോ. ഇന്റഗ്രൽ മൈനസ് ഡോ യു ബൈ ഡോ വൈ. അപ്പൊ മൈനസ് ഡോ യു ബൈ ഡോ എന്ത് കിട്ടി? മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ശ്രദ്ധിച്ചോണം. ഡോ യു ബൈ ഡോ എക്സ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഒരു വാക്കുണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. അർത്ഥം എന്തോ? എക്സ് ഇല്ലാത്ത ടൈം എഴുതാവൂ. ഇതിൽ എക്സ് ഇല്ലാത്ത ടൈം ഉണ്ടോ? ഇല്ല, എക്സ് ഉണ്ട്. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയരുത്. അപ്പം ഇ റൈസ് ടു എക്സ് ഉണ്ട്, കോസ് വൈക്കകത്ത് എക്സ് ഇല്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. തമ്മിൽ ഗുണിച്ചേക്കുക. ഈ ടൈം ഉണ്ടെന്ന് എപ്പോഴും പ്ലസിനും മൈനസിനും ഇപ്പുറം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് കോസ് വൈ എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഈ ടൈമിൽ എക്സ് ഉണ്ട്, ഈ ടൈമിൽ എക്സ് ഇല്ല. രണ്ട് ടൈം. പക്ഷെ ഇവിടെ പ്ലസ് അല്ല, തമ്മിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അർത്ഥം ഇത് ഒരു ടൈമാണ്. അതിന് കിട്ടിയോ? സോ ഇവിടെ എക്സ് ഇല്ലാത്ത ടൈം ഇല്ല. സോ 0 dy.
കാരണം ഈ ഡോവി ബൈ ഡോ എക്സിൽ എക്സ് ചെയ്ത ടൈം ഇല്ല. കാരണം എക്സ് ഉണ്ട് കണ്ടോ, ഈ റേസ് കോസ് വൈ ഇവിടെ എക്സ് ഉണ്ട്. കാരണം അവരൊന്ന് ചേർത്ത് എഴുതിയേക്കോ, മീൻസ് ഗുണനമാണ്. ഗുണനത്തിൽ നമ്മൾ ടൈം ഒറ്റ ടൈം ആയിട്ടേ കാണാവൂ. ദെൻ മൈനസ് മൈനസ് പ്ലസ് ആവും. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. വൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ സൈൻ വൈ കോൺസ്റ്റന്റ്. അപ്പൊ സൈൻ വൈ എടുത്ത് വെളിയിൽ കളയും. അപ്പൊ സൈൻ വൈ ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ഒരു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് സി എന്ന് കിട്ടും വി. ഇപ്പൊ വി കിട്ടി. ഇനി എഫ് ഓഫ് ഇസഡ് എഴുതാമല്ലോ. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി, ദാറ്റ് ഈസ് യു എന്തുവാ, യു ക്വസ്റ്റിനകത്തുണ്ട് ഇ റൈസ് ടു എക്സ് കോസ് വൈ, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എന്തുവാ, വി ഇപ്പൊ കിട്ടി ഇ റൈസ് ടു സൈൻ വൈ, ഇ റൈസ് ടു സൈൻ വൈ പ്ലസ് സി. സോ അപ്പൊ എഫ് ഓഫ് ഇസഡ് ഇങ്ങനെ കിട്ടി. എഫ് ഓഫ് ഇസഡ് കിട്ടി യു പ്ലസ് ഐ വി. പക്ഷെ ഇവിടെ കിട്ടിയ എഫ് ഓഫ് ഇസഡിന്റെ പ്രത്യേകത എക്സിനും വൈയിലും കിട്ടിയേ. നിങ്ങൾക്ക് ഈ എഫ് ഓഫ് ഇസഡിനെ ഇസഡിന്റെ ടൈമിലും വേണമെങ്കിൽ എഴുതാം. എങ്ങനെ, മറ്റേ ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് കാണുന്ന ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ, അത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഹോംവർക്കാണ്. തന്നേക്കുന്നൊക്കെ യു ആ, തന്നേക്കുന്നൊക്കെ യു. ഈ സെയിം ക്വസ്റ്റ്യൻസ് ഹാർമോണിക് ആണെന്ന് തെളിയിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാർമോണിക് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾ ഹോംവർക്ക് തന്നതാ, കിട്ടാത്തേക്കൊണ്ട് ചോദിച്ചോണം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെല്ലാം ഹാർമോണിക് ആണെന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാത്തവർ നേരത്തെ ചെക്ക് ചെയ്തതാണ്, ചെക്ക് ചെയ്യാത്തവർ ചെക്ക് ചെയ്തോണം. പരീക്ഷ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഹാർമോണിക് ആണെന്ന് ചെക്ക് ചെയ്യണം. ഒന്ന്, പിന്നെ ഫൈൻഡ് വി, വി കാണണം. വി കാണണം. വി കാണുന്നത് എങ്ങനെ, വിയുടെ ഫോർമുല വെച്ചിട്ട് വി കണ്ടുപിടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചോണം, ഞാൻ ചെയ്തിട്ട് തരാം. ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ ചെയ്തിട്ട് തരാം, കുഴപ്പമില്ല. പക്ഷെ എന്നോട് പറയണം, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പായിട്ടും.